മണിക്കൂർ ഒന്നായി നിൽക്കുന്നു. പെരുന്തവണ എത്തണം എന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ മുന്നേ വീട്ടിൽ നിന്ന് പോരണം, എന്നാലും എത്തുക. അതെന്താ വെച്ചാൽ ഒരു ബൈപ്പാസ് റോഡോ ഒരു സംഭവം ഒന്നും ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പൂർത്തിയാക്കാനുള്ള ഗവൺമെൻറ് അതിനുള്ള ഇത് നിലവിലില്ല. അതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ബദൽ സംവിധാനം കാണുന്നത് നന്നായിരിക്കും. വലിയ ബുദ്ധിമുട്ടെന്നാൽ വലിയ ബുദ്ധിമുട്ട്. പാലം കഴിഞ്ഞ് കിട്ടിയോന്നാണ് രോഗികൾ ചോദിക്കുന്നത്. കാരണം എന്നാ പോലെ ഒരു ജീവൻ കിട്ടിയത്. മണ്ടന്മാരായ അധികാരികൾ, പൊട്ടന്മാരെ തന്നെ പറയാം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് അങ്ങാടിപ്പുറത്താണ്. എൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന വാഹനങ്ങളെല്ലാം വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് സഞ്ചരിക്കുന്ന ആളുകളാണ്. ഹോസ്പിറ്റൽ കേസ് ഉൾപ്പെടെ വിവിധങ്ങളായ കാര്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ഒരു പ്രദേശത്ത് മണിക്കൂറുകളോളം ബ്ലോക്ക് വരുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വളാഞ്ചേരി കോട്ടക്കൽ ഭാഗത്തു നിന്ന് എത്തുന്നവർക്ക് വലിയ പ്രയാസമാണ്. മണിക്കൂറുകളോളം ഈ ബ്ലോക്കിൽ കിടക്കേണ്ട അവസരം പല സന്ദർഭത്തിലും ഉണ്ടാവുന്നുണ്ട്. ജനങ്ങൾ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണയിൽ വിവിധങ്ങളായ വാഹനങ്ങൾ, ആംബുലൻസ് ഉൾപ്പെടെ ദിനംപ്രതി സഞ്ചരിക്കുന്ന ഒരു റോഡാണ് ഈ റോഡ്. വളാഞ്ചേരി കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മണിക്കൂറുകളോളം അങ്ങാടിപ്പുറത്ത് ഈ ഒരു ബ്ലോക്കിൽ തടസ്സപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് സഞ്ചരിക്കുന്നവരാണ് ഇവരെല്ലാം. ഇവർ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ ഈ പ്രദേശത്ത് കുറേ സമയം വണ്ടി പിടിച്ചിടാറുണ്ട്, ചിലപ്പോൾ അരമണിക്കൂറോളം. കാരണം ഹോസ്പിറ്റൽ കേസ് ഉൾപ്പെടെ പല ആളുകളും നിത്യേന സഞ്ചരിക്കുന്ന റോഡാണല്ലോ. എങ്ങനെയാണ് ഇത് നമ്മുടെ ഒരു ജീവിതത്തെ ബാധിക്കുന്നത്, ഇത്തരം ഒരുപാട് സമയം വണ്ടി പിടിച്ചിടുന്നതിലൂടെ? നമുക്ക് ഒരുപാട് പ്രയാസമാണ്. കാരണം തന്നെ ഈ ആംബുലൻസ് പോവുകയാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴാണെങ്കിൽ ഭയങ്കര പ്രയാസപ്പെടുന്നുണ്ട് ഇവിടെ. പിന്നെ അപ്പോൾ അത് വീതി ഇല്ലാത്തതാണ് വേറൊരു വശം. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് സൊമാറ്റോ ഓടുന്നവർക്ക് മാത്രമല്ല, പെട്ടെന്ന് അർജൻറ്റായിട്ട് നമുക്ക് പെരുന്തവണ എത്തണം എന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ മുന്നേ വീട്ടിൽ നിന്ന് പോരണം, എന്നാലും എത്തുക. അതിപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ട് ഇതാണ് അതിന് അനുഭവം. പിന്നെ പാലത്തിൻ്റെ ബ്ലോക്കാണെങ്കിൽ അത് പാലും ചെറുതാണ്. പിന്നെ റോഡിൻ്റെ മോശമൊക്കെ അതിൽ പറ്റും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ നമ്മൾ 15-20 മിനിറ്റൊക്കെ ബ്ലോക്കിൽ കിടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും അവിടെ നിന്ന് വരും, തിരൂർക്കാട് സൈഡിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും ഈ സൈഡിൽ നിന്ന് വളാഞ്ചേരി സൈഡിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും നല്ല ബ്ലോക്കാണ് വരുന്നത്. അപ്പോൾ ശരിക്കും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കറക്റ്റ് സമയത്ത് എത്താൻ പറ്റില്ല. രാവിലെയും വൈകുന്നേരമാണ് മെയിനായിട്ട് ബ്ലോക്ക് വരുന്നത്. ഓഫീസ് ടൈമിലാണ് ഈ ബ്ലോക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുന്നില്ല. ഇതാണ് ആ പാലം. അവിടുന്ന് വരുന്ന 4 വരി വന്നിട്ട് ഇവിടെ 2 വരിയായി മാറുകയാണ്. പിന്നെ ഇവിടെ ഒരു ബൈപ്പാസിന് കൊടുത്തിരുന്നു. അന്ന് ലീഗുകാരത് അയാൾ സ്ഥലക്കച്ചവടക്കാരനാണെന്ന് പറഞ്ഞിട്ട് ആ നേരെ തിരിഞ്ഞു, അതും ഒഴിവായിപ്പോയി. ഓട്ടം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ റോഡും ബ്ലോക്കാണ്. കോഴിക്കോട് റോഡും വളാഞ്ചേരി റോഡും ഒക്കെ. ഇപ്പോൾ അത് വളാഞ്ചേരി വൈലോങ്ങര കഴിഞ്ഞിരിക്കുന്ന വരി മണിക്കൂർ ഒന്നായി നിൽക്കുന്നു. ഹോസ്പിറ്റൽ കേസിന് പോവാണ്, ആപേറ്റിക്ക് പോവാണ്, കണ്ണാശുപത്രിക്ക്. എന്താ സ്ഥിതി? ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ഈ രാവിലെ വൈകുന്നേരം അത് കൂടെ പോണ ആളാണ്. രാവിലെ മണ്ണാർക്കാട് ടു അവിടെ നിന്ന് ഇങ്ങോട്ട് വൈകുന്നേരം ഇങ്ങോട്ട് റിട്ടേണും. ഇവിടെ 20 മിനിറ്റ് അരമണിക്കൂറോളം ഞങ്ങൾ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര ഏരിയ ഉള്ളൂ. ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു ആംബുലൻസോ കാര്യങ്ങളോ പെട്ട് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയില്ലേ. അതെന്താ വെച്ചാൽ ഒരു ബൈപ്പാസ് റോഡോ ഒരു സംഭവം ഒന്നും ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പൂർത്തിയാക്കാനുള്ള ഗവൺമെൻറ് അതിനുള്ള ഇത് നിലവിലില്ല. അതാണ് സത്യം പറഞ്ഞത്. ഇത്രയും നേരമൊക്കെ വണ്ടി പിടിച്ചിടുക എന്ന് പറയുമ്പോഴേ നല്ല പ്രയാസം തന്നെയാണ്. ഇപ്പോൾ നമ്മളെ വണ്ടി ഇപ്പോൾ കാലിയാണ്. അതുകൊണ്ട് ഇങ്ങനെ അർജൻറ്റ് ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ അത് എന്തായാലും അവർ പിടിച്ചിടുന്നത് ശരിയല്ല. ഈ വളാഞ്ചേരി റോഡാണ് അവർ കൂടുതലായി പിടിച്ചിടുന്നത്. അവിടുന്ന് ഇവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് ചിലപ്പോൾ വണ്ടി വിടാറുള്ളത്. ഇത് ഹൈവേ ആയതുകൊണ്ടേ ആ റോഡിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം കുട്ടികളെ ഹോസ്പിറ്റലിൽ കാണിക്കാനാണ്. എങ്ങനെ പോകും മനുഷ്യന്? വഴിക്ക് ഇറങ്ങാൻ കഴിയില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും ഇല്ലാണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുകയല്ല. വലിയ ബുദ്ധിമുട്ടെന്നാൽ വലിയ ബുദ്ധിമുട്ട്. അത് ഈ പാലത്തിൻ്റെ കുഴപ്പം കൊണ്ടാവാം, പിന്നെ ഈ മൂന്നുംകുടി ജംഗ്ഷൻ്റെ പ്രശ്നം കൊണ്ടാവാം. എന്നാലും പാലം തന്നെയാണ് ഇത്രയും കുറേ കാലമായിട്ട് നമുക്ക് അനുഭവിക്കുന്ന ഒരു വിഷയം, നമ്മുടെ മേൽപ്പാലം. സ്ഥിരം ഇങ്ങനെ തന്നെയാണ് ഈ ബ്ലോക്ക്. ഒരു രക്ഷയില്ല. വെയിലും കൊണ്ട് കിടക്കണില്ലേ. അരമണിക്കൂറിൻ്റെ പുറത്തായി ഇപ്പോൾ ഇവിടെ കിടക്കാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ ലാസ്റ്റുള്ള വണ്ടിക്കാർ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. വലിയ ബുദ്ധിമുട്ടാണ്. പോലീസില്ലെങ്കിൽ ഇവിടെ കുറേ ഓപ്പണായിട്ട് പോകും. പോലീസുള്ളതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ബ്ലോക്ക് കൂടുന്നത്. എന്നുവെച്ചാൽ നാഷണൽ ഹൈവേയുടെ പിന്നെ യാത്ര സുഗമമാക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ അത് പിന്നെ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് വൈലോങ്ങര വരെ ഈ ബ്ലോക്ക് അവർ നിർത്തിയിട്ട് ഒരു 15-20 മിനിറ്റ് 6 മണിക്കൂറോളം ആ ബ്ലോക്ക് നിലനിർത്തുന്നുണ്ട്.
അതുകൊണ്ട് ആ ഭാഗത്ത് യാത്ര സുഖമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഏത് കാലത്തും ഞങ്ങളെ സംബന്ധിച്ചത് ഏത് കാലത്തും ഇവിടെ ഒരു നരകതുല്യമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. നല്ല ബുദ്ധിമുട്ടാണ്. ഏത് സമയത്തും, പ്രത്യേകിച്ച് ഈ പീക്ക് ട്രാഫിക്കിൻ്റെ സമയത്തൊക്കെ നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഓടുന്ന സമയത്ത് നമ്മുടെ ടൈം ഈ ഒരു ട്രാഫിക്കിൽ ഇങ്ങനെ കടന്ന് വേസ്റ്റ് ആവുകയാണ്. ഒരു രക്ഷയില്ല. ഇത് ഇവിടെ ഈ ലൈൻ ഡബിൾ ആവണം. പണ്ട് കാലത്ത് ഇത് ഉണ്ടാക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വണ്ടികൾ അതിന് 10 ഇരട്ടിയായി. അതിനനുസരിച്ച് ഇതെന്തെങ്കിലും ചെയ്യാതിരുന്നാൽ അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ തിങ്കളാഴ്ചയൊക്കെ ഭയങ്കര പ്രയാസമാണ്. ബൈപ്പാസ് വരെ തന്നെ വേണോ? അല്ലാതെ നമ്മളൊക്കെ ഈ പാലം വന്നതോടുകൂടി പാലം പിന്നെ വേറെ വീതിയൊന്നും കിട്ടുന്നില്ല നമുക്ക്. ബൈപ്പാസ് വന്നാൽ തന്നെ ബ്ലോക്ക് മാറുള്ളൂ. ഇവിടെ നിന്നല്ല എല്ലായിടത്തുള്ള ബ്ലോക്കാണ്. മൊത്തത്തിൽ നമ്മളെ കേരളത്തിൻ്റെ മൊത്തം പ്രോബ്ലമാണത്. ഇവിടെയൊക്കെ ഒന്നും കൂടിയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഈ കാണുന്ന സ്റ്റാൻഡുകളൊക്കെ ഒഴിവാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള ജനങ്ങൾക്ക് കുറേയൊക്കെ ഉപകാരപ്രദമായിരിക്കും എന്ന് തോന്നണേ. വന്നിട്ടുണ്ടെങ്കിൽ സ്ഥിരമുള്ള അവസ്ഥയാണിത്. ഭയങ്കരമായിട്ടുള്ള ബ്ലോക്ക്. ഇവിടെ ബ്രിഡ്ജ് വന്നല്ലാതെ വേറെ സൊല്യൂഷൻ ഇല്ല. പാലം പൊളിച്ചു പണിയാ, അല്ലാതെ എന്താ പറയുക, ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പരിപാടി മാറ്റിയിട്ട് പാലത്തിന് പൊളിച്ചു പണിയാന്നുള്ളതല്ല, അതിനെന്തെങ്കിലും ഒരു എക്സ്റ്റൻഷനോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താ ചെറിയ വണ്ടികൾക്ക് പോകാനുള്ള രീതിയിലുള്ള ഒരു സൈഡിലേക്ക് 2 സൈഡിലും സംവിധാനം ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പരിഹാരം ഉണ്ടാവും. ഒരു ബ്ലോക്കിൽ ആദ്യമായിട്ട് പോയിട്ടാണ് ഇവിടെ. സാധാരണ ഇങ്ങനെ ഉണ്ടാവോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഭയങ്കര ബ്ലോക്കാണ് ഇപ്പോൾ. ബാക്കിൽ ഞങ്ങളിപ്പോൾ ഇവിടെ 1 മണിക്കൂറായി ഇപ്പോൾ നിൽക്കൽ തുടങ്ങിയിട്ട്. ദയ്യെന്ന് ഒക്കെ ശരിയാവുമെന്ന് വിചാരിക്കുക. എന്താ പറയാനോ, നിൽക്കേണ്ട ഗതിയല്ലേ. KSIക്ക് പോവാണ്. അവിടെ 12 വരെ ഉള്ളൂ. എന്നുവെച്ചാൽ ഇത്രയും ബ്ലോക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കാര്യങ്ങൾ. ഇത്രയും ഒക്കെ പിന്നെ ഹോസ്പിറ്റലിലെ കേസ് കാര്യമായിട്ട് നമ്മൾ പെരിന്തൽമണ്ണാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഹോസ്പിറ്റൽ നഗരമാണല്ലോ. പിന്നെ പേഷ്യൻസിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. MS പഠിക്കുന്ന കുട്ടിയാണ്. രാവിലെ എത്താൻ പറ്റുന്നില്ല ബ്ലോക്ക് കൊണ്ട്. ഡെയിലി ഇവിടെ ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2-3 മണിക്കൂർ വരെ നിങ്ങളെ നമ്മളിപ്പോൾ പാലത്തിൻ്റെ അവിടെയൊക്കെ ഫുള്ള് ബ്ലോക്കിലാണ് വരുന്നത്. അതിന് പരിഹാരം കാണാൻ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എല്ലാവരും കൂടി കണ്ടി. മണിക്കൂറോളം ബ്ലോക്ക് ഉണ്ടായാലും ഇവിടെ പാലം കഴിഞ്ഞ് കിട്ടിയോന്നാണ് രോഗികൾ ചോദിക്കുന്നത്. കാരണം എന്നാ പോലെ ജീവൻ കിട്ടിയത്. പാലം കടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ബോധം കെട്ടുന്ന അവസ്ഥ ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ ഇപ്പോൾ ഇതന്നെ ഈ അവസ്ഥ. ഈ റോഡിന് ഒരു മാർഗ്ഗമില്ല. മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഇത് സ്ഥിതി ഞങ്ങൾക്ക് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നമില്ലാതെയായിരിക്കും. ആൾക്കാർ ഇവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വളരെ പിന്നിലായിട്ട് വരിക. എന്തായാലും ഇപ്പോൾ 15 മിനിറ്റിലേറായി ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എടപ്പാളിൽ നിന്നാണ് വരുന്നത്. പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ EMSയിലേക്ക് പോകേണ്ടത്. പക്ഷെ നമുക്ക് ആദ്യം തന്നെ വരായിരുന്നു. പക്ഷേ ഇത് എളുപ്പമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ വന്നതാണ്. ഇപ്പോൾ ഓൾറെഡി അപ്പോയിൻ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സമയത്തിനാണ്ട് എത്തുമില്ലെന്ന് അറിയില്ല. ഒരുപാട് സമയമായി ഇവിടെ എത്തലണിയിട്ട്. കുറേ ടൈമായി ബ്ലോക്കിൽ കുടുങ്ങിയിട്ട്. ഇതിവിടെ സ്ഥിരമുള്ള സംഗതിയാണ് ഇങ്ങനെ ബ്ലോക്ക്. ഇവിടുന്ന് പെരിന്തൽമണ്ണയിൽ തന്നെ 1 മണിക്കൂറാണ് വേണ്ടിയിരുന്നത്. എന്ത് ചെയ്യാൻ? ആകെ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളൂ പെരിന്തൽമണ്ണയ്ക്ക്. ഇതാണ് സ്ഥിതി ഇവിടുത്തെ. ബൈപ്പാസ് വരെ കാരണപ്പോൾ അതിനെ എതിർത്ത ആൾക്കാർ ഇവിടെ ഉള്ളവർ, ഇവിടുത്തെ വ്യാപാരികളായാലും വ്യവസായികളായാലും ഏത് ടീമായാലും അന്ന് ബൈപ്പാസ് ആ പാലത്തിൻ്റെ അതിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പെരിന്തൽമണ്ണക്കാരനും. അന്ന് ഇവർക്ക് ആർക്കും അത് വേണ്ട. ഇവർ മേൽപ്പാലം മതിയായിരുന്നു. ഇത് ഉണ്ടാക്കിയ മേൽപ്പാലം ഒരു ഓവാലത്തിൻ്റെ വലിപ്പമുണ്ടത് ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടുന്ന് തിരുവക്കാട് പോകുമ്പോൾ പെട്രോൾ പമ്പിൻ്റെ അവിടെ ഉണ്ട് ഒരു ഓവാലം. ആ ഓവാലത്തിൻ്റെ വീതി നടന്നു നോക്കുന്നുണ്ട് 30 മീറ്ററാണ് ആ ഓവാലത്തിൻ്റെ. ഈ റോഡ് എത്ര മീറ്ററുണ്ട്? ഒരു ദീർഘവീക്ഷണം, ഒരു ഹൈവേയിൽ കൊണ്ടുപോയിട്ട് ഒരു ഓവാലത്തിൻ്റെ വലിപ്പമില്ലാത്തൊരു പാലം ഉണ്ടാക്കി ഒരു ദീർഘവീക്ഷണം അല്ലാതെ മണ്ടന്മാരായ അധികാരികൾ, പൊട്ടന്മാരെ തന്നെ പറയാം അല്ലേ? ഇവർ തലക്കകത്ത് എന്തേലും ഉണ്ടോ? എന്തേലും ഇവരൊക്കെ തലയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ കൊടുന്നിടുമോ? ഇവിടെ അങ്ങാടിപ്പുറത്ത് എന്നും ബ്ലോക്ക് തന്നെയല്ലേ. ഇതൊന്നുമില്ല. ആഴ്ചയിൽ 7 ദിവസം ബ്ലോക്ക് തന്നെ. പിന്നെ ആ ബ്രിഡ്ജ് വന്നതിന് ശേഷം പിന്നെ ഇതന്നെ സ്ഥിര തൊഴിൽ ബ്ലോക്ക് തന്നെ. ജനങ്ങൾക്കും ആംബുലൻസിനും ഇതിനും ബുദ്ധിമുട്ട് തന്നെ. ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു ഓട്ടവും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ആരും ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ ജനങ്ങളെല്ലാം വലിയ പ്രയാസത്തിൽ തന്നെയാണ്. മണിക്കൂറുകളോളമാണ് ഈ ഒരു ബ്ലോക്കിൽ പെട്ടുകിടക്കുന്നത്. കൃത്യമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് അധികാരികളോട് പൊതുജനത്തിന് പറയാനുള്ളത്. അങ്ങാടിപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.